ഹായ് ഫ്രണ്ട്സ്, മൈ ലിറ്റിൽ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഉണക്ക കൊഞ്ചും മത്തങ്ങയും കൂടിയിട്ട് ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതേപോലെ ചെറിയ കൊഞ്ച് ഉണക്കിയതെടുത്തിട്ടുണ്ട്. വളരെ തീരെ ചെറിയ കൊഞ്ച് ഉണക്കിയതാണിത്. ഇത് ഒരു 1-2 മണിക്കൂർ വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ 1-2 പിടി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അതൊന്ന് കുതിർന്ന് അതിൻ്റെ അഴുക്കൊക്കെ പോയി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് മത്തങ്ങയൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. നല്ല പഴുത്ത മത്തങ്ങ തന്നെ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കാം. മത്തങ്ങ ഒരുപാടങ്ങ് എടുത്തു കഴിഞ്ഞാൽ ആ ഉണക്കമീൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം മത്തങ്ങ ഇവിടെ തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ചെറുതായിട്ട് ഇത് കൊത്തി അരിഞ്ഞെടുക്കണം. മത്തങ്ങ ഞാൻ ഇതേപോലെ കൊത്തി നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ മത്തങ്ങയെല്ലാം ഞാൻ ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. തീരെ അങ്ങ് പൊടി പൊടിയായിട്ട് ആക്കണ്ട, കാരണം വെന്ത് വരുമ്പോൾ അത് കുഴഞ്ഞു പോകും. ഇതേപോലെ കൊത്തി അരിഞ്ഞെടുത്ത് എടുത്താൽ മതി. ഇനി നമുക്ക് തോരൻ ആവശ്യത്തിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്, എരിവിനനുസരിച്ചുള്ള കാന്താരി എടുത്തിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വന്നതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് ഒന്ന് പച്ചമുളക് മാറുന്നവരെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. കാന്താരി മുളകിന് പകരമായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കാന്താരി ഇല്ലെന്നുണ്ടെങ്കിൽ. ഇനി ഈ അരപ്പിലേക്ക് അരിഞ്ഞു വെച്ച മത്തങ്ങയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കുറച്ച് മാത്രം വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നന്നായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഞാനൊരു 3-4 മിനിറ്റ് മാത്രം അടച്ച് വെച്ച് അതിനുശേഷം ഓപ്പൺ ചെയ്തപ്പോൾ മത്തങ്ങയൊക്കെ കറക്റ്റ് കുക്കായിട്ടുണ്ട്. ഒരു 1/4 ഭാഗം കുക്കായാൽ മതി. ഒരുപാടങ്ങ് വെന്ത് കഴിഞ്ഞാൽ മത്തങ്ങ എല്ലാം കൂടെ ഉടഞ്ഞ് നല്ലപോലെ കുഴഞ്ഞു പോകും. അങ്ങനെ പോകരുത്. ഈ ഒരു സമയം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത ഉണക്ക കൊഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരുപാട് നേരം അടച്ച് വെക്കരുത്, മത്തങ്ങ എല്ലാം കൂടി കുഴഞ്ഞു പോകും. അപ്പം നമ്മൾ അടപ്പൊക്കെ ഓപ്പൺ ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഇളക്കി കൊടുത്ത് അതൊന്ന് തോർത്തിയെടുക്കണം. തോരൻ പരുവത്തിലാകുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മത്തങ്ങ ഉണക്കക്കൊഞ്ച് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഇനിയിപ്പോൾ മത്തങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ് വെച്ചും ഈ തോരൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബൈ.